ഇനി ജൈവ മാധ്യമങ്ങൾ ധാരാളമുണ്ട്. ജൈവ മാധ്യമങ്ങൾ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? സ്യൂഡോമോണാസോ ട്രൈക്കോഡെർമയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ആകെ ഒരു 2-3 പേര് അല്ലേ? ഇത് എവിടെന്നാ നിങ്ങൾ വാങ്ങിക്കാറ്? വളക്കടയിൽ നിന്നും. എല്ലാവരും വളക്കടയിൽ നിന്നാണോ വാങ്ങിക്കുന്നത്? വാങ്ങിക്കാറുണ്ട്. കൃഷിഭവനിൽ നിന്നൊക്കെ കിട്ടുന്നത് നല്ല ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും ആയിരിക്കും. വളക്കടകളിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നല്ല വില കൂടുതലായിരിക്കും. പിന്നെ ഈ കുമിൾ എന്ന് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡെർമ. സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ്. മക്കൾ കേട്ടിട്ടുണ്ടോ? ട്രൈക്കോഡെർമ സ്യൂഡോമോണാസ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല. ചിത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കിവിടെ പ്രൊജക്ടർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. ഒരു പച്ച നിറത്തിൽ നമ്മൾ പൂപ്പൽ വരുന്നത് പോലെ വളരുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡെർമ. കുമിളുകളെല്ലാം അങ്ങനെയാണ് വളരുക, ഇങ്ങനെ പൂപ്പൽ വരുന്നത് പോലെ. ബാക്ടീരിയ കാണാൻ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഈ കുമിളിങ്ങനെ വളരുന്നത് മാത്രം, ഈ പൂപ്പൽ രൂപത്തിലെത്തുമ്പോൾ നമുക്ക് കുമിളുകളെ കാണാൻ പറ്റും. ട്രൈക്കോഡെർമ എന്ന് പറയുന്നത് ഒരു പച്ച നിറത്തിലുള്ളൊരു കുമിളാണ്. ഈ കുമിളിന് നമ്മുടെ ഗവേഷണ കേന്ദ്രങ്ങളിലെല്ലാം ഉണ്ട്. അവിടെ നമ്മൾ ഫ്രഷ് ആയിട്ട്, അതായത് ഇന്നുണ്ടാക്കുന്നു, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അല്ലെങ്കിൽ ഇത്രയും ദിവസത്തിനകം നമ്മൾ വിറ്റ് തീർക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ സ്പോർ എന്ന് പറയുന്ന ഘടകം, ഈ കുമിളിൻ്റെ വിത്ത് പോലെയുള്ള സ്പോറുകൾക്ക് ഒരു കാലാവധിയുണ്ട്. ഒരു 6 മാസത്തിനപ്പുറം അത് ജീവിച്ചിരിക്കില്ല. അപ്പോൾ പരമാവധി സ്പോർ കൗണ്ട് എന്ന് പറയുന്നത്, അതായത് 10⁸, അതായത് 10 ലക്ഷം, 1 കോടിയിലധികം സ്പോറുള്ള ഒരു ട്രൈക്കോഡെർമയുടെ കൾച്ചർ കൊണ്ടാണ് നമ്മൾ തരുന്നത്. ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെ ഗവേഷണ കേന്ദ്രങ്ങളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നും തരുന്നത് നല്ല സ്പോർ കൗണ്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കില്ല. നമ്മൾ അതിനകത്തൊരു കാലാവധി, അതായത് ഷെൽഫ് ലൈഫ് എന്ന് പറയും, നമ്മൾ ഇത്ര കാലത്തേക്ക് സൂക്ഷിക്കാൻ പാടുള്ളൂ നമ്മൾ വ്യക്തമായി അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. ഉറക്കം വരുന്നുണ്ടോ എല്ലാവർക്കും? അതേപോലെ സ്യൂഡോമോണാസിനും. പക്ഷേ നമ്മളിപ്പം കടകളിൽ ചെന്നപ്പോൾ, ഇതിനകത്ത് ഇപ്പോൾ വളക്കടകളുടെയൊക്കെ ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക, ഞാൻ നിങ്ങളെ ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ചല്ല പറയുന്നത്. വളക്കടകളിൽ വരുമ്പോഴത്തേക്കും പക്ഷേ ഇത് ഏത് രൂപത്തിലാണ് അവരത് കൊണ്ടുവരുന്നത്, എത്ര കാലം ഇരുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തേത് വില ഒരു വലിയ ഘടകമാണ്. നമ്മുടെ കാർഷിക സർവകലാശാലയിൽ 1 കിലോ ട്രൈക്കോഡെർമയുടെ വില വെറും 85 രൂപയാണ്. പുറത്ത് കടകളിൽ അത് ഇരട്ടിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ എന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണോ അതിൻ്റെ കാലാവധി, എത്ര കാലം അത് ഉപയോഗിക്കാം എന്നുള്ള കണക്കുകൾ നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. വില കുറഞ്ഞത് കിട്ടുന്ന, നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 1 കിലോ ട്രൈക്കോഡെർമ നമ്മൾ ഫാമിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിക്കുമ്പോൾ നമുക്കത് 100 കിലോയാക്കി വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച് ചാണകം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് സമ്പുഷ്ടീകരിച്ച് ചെയ്തിട്ടുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ ചുരുക്കം ചിലർ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ്. വെറും 1 കിലോ ട്രൈക്കോഡെർമ നിങ്ങൾ 85 രൂപ കൊടുത്ത് നിങ്ങൾ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ 100 കിലോ ചാണകം പൊടിയായിട്ട്, ഉണങ്ങിയ ചാണകം, പച്ച ചാണകം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കില്ല. ഉണങ്ങിയ ചാണകപ്പൊടിയിൽ ഒരു 20 കിലോ അല്ലെങ്കിൽ 10 കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അതിലേക്ക് ഈ 1 കിലോ ട്രൈക്കോഡെർമ തുല്യമായിട്ട് വെതറി കൊടുക്കുക. അതിനുമ്പോൾ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. നമ്മുടെ ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു നനവ്, അതായത് പുട്ട് നനയ്ക്കുന്ന ഒരു പരുവത്തിന്, പുട്ടിൻ്റെ, അതായത് ഉരുളാതെ പുട്ട് നനയ്ക്കുന്ന ആ ഒരു പരുവത്തിന് ഇത് നനച്ച് വെച്ച് ട്രൈക്കോഡെർമ തുല്യമായിട്ട് ഇതിനകത്ത് നമ്മൾ വെതറി കൊടുക്കുക. ട്രൈക്കോഡെർമ തുല്യമായിട്ട് വെതറി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒരു പഴുതായിട്ട് ഒരു 7 ദിവസം, ഒരാഴ്ചത്തേക്ക് നമ്മളൊന്ന് അടച്ചു വെക്കുക. ഈ ഒരാഴ്ച കഴിയുമ്പോൾ ചെറുതായിട്ട് പൂപ്പൽ ഇങ്ങനെ വളർന്നിരിക്കുന്നതാണ് ആ ചാണകത്തിൽ. ചില കാലാവസ്ഥകളിൽ പൂപ്പൽ വലുതായിട്ട് പുറത്തേക്ക് വരില്ല, പക്ഷേ അതിനകത്ത് വളരും. പെട്ടെന്ന് കാണാൻ പറ്റില്ല. ചില സമയത്ത് നല്ലതുപോലെ വെളുത്ത നിറത്തിൽ പൂപ്പൽ ചാണകത്തിൽ പിടിച്ചിരിക്കുന്ന കാണാം. അത് ഒന്നുകൂടെ ഇളക്കിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ മൂടിയിടാം. നിങ്ങൾക്ക് അടുത്തൊരു 3-4 ദിവസത്തേക്ക് വീണ്ടും ഒന്നുകൂടെ ഇളക്കി മൂടിയിടാം. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും അത് പെറ്റ് പെരുകണം. അപ്പോൾ അങ്ങനെ പെറ്റ് പെരുക എന്ന് പറഞ്ഞാൽ ആ ചാണകം നിറയെ ട്രൈക്കോഡെർമ ആയിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിയത് ഇത്രയാണ്
1 കിലോ അല്ലേ, 1 കിലോ വാങ്ങി നമ്മളതിനെ 100 കിലോയിലധികമാക്കി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചാണകം 1 കിലോയോ 1/2 കിലോയോ വെച്ച് നമ്മൾ ചെടികളുടെ ചുവടുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഗുണകരമായൊരു സാധനം വേറെയല്ല. കാരണം ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളുകളില്ലേ, ഞാൻ ആദ്യം പറഞ്ഞ ഫൈറ്റോഫ്തോറ പിത്യം പോലെയുള്ള രോഗമുണ്ടാക്കുന്ന കുമിള്, ഈ രോഗമുണ്ടാക്കുന്ന കുമിളിനെ കൊല്ലാൻ കഴിവുള്ളൊരു കുമിളാണ് ട്രൈക്കോഡെർമ. എങ്ങനെയാണ് കൊല്ലുക എന്നായിരിക്കും അല്ലെ, ഒരു കത്തിയും വടിയൊന്നുമില്ല, ഒരു കുമിളുകളാണ്. ഈ കുമിള് ഒരു വിഷം ഉണ്ടാക്കും. ഈ ട്രൈക്കോഡെർമ എന്ന് പറയുന്ന കുമിള് ഒരു വിഷം ഉൽപ്പാദിപ്പിക്കും. നമുക്ക് കാണാൻ പോലും പറ്റില്ല, ഒരു പച്ച നിറത്തുള്ള ഒരു ദ്രാവകമാണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, നമുക്ക് ലാബിൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ലാബിലേക്ക് വരികയാണെങ്കിൽ നമുക്കത് ലാബിൽ കാണിച്ചു തരാൻ പറ്റും. നമ്മൾ പെട്രി പ്ലേറ്റുകളിൽ, ഗ്ലാസ് പ്ലേറ്റുകളിൽ ഈ കുമിളിനെ വളർത്തും. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ രോഗമുണ്ടാക്കുന്ന ഒരു കുമിളിനെ കൂടെ വളർത്തും. 2 പേരെ നമ്മൾ ഒന്നിച്ച് വളർത്തും. അതിൽ ആരാണ് കൂടുതൽ വളരുന്നത്, അപ്പോൾ ഈ രോഗം ഉണ്ടാക്കുന്ന കുമിളിനെ വളർന്നങ്ങ് നശിപ്പിക്കും ട്രൈക്കോഡെർമ. അത് വളരെ വളരെ വ്യക്തമാണ്. ലാബിൽ നിങ്ങൾ ആരും അത് കാണുന്നില്ല, പക്ഷേ അത്രയും ഇഫക്റ്റീവായിട്ട് നമുക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡെർമ. അപ്പോൾ ട്രൈക്കോഡെർമ ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കി നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മണ്ണിലുള്ള രോഗമുണ്ടാക്കുന്ന കുമിളുകൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ ട്രൈക്കോഡെർമ നമ്മുടെ ചെടിയിൽ നിന്ന് വളരുകയും ചെയ്യും. ഈ ട്രൈക്കോഡെർമ അതുപോലെ സ്യൂഡോമോണാസ് എന്ന് പറയുന്നൊരു കുമിളുണ്ട്. ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ, ഈ കുമിള് ട്രൈക്കോഡെർമയാണ്, ബാക്ടീരിയ എന്ന് പറയുന്നത് സ്യൂഡോമോണാസ്. അതും ഇതുപോലെ തന്നെയാണ്, നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇലകളുടെ പ്രതലത്തിൽ രോഗബാധ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് സ്യൂഡോമോണാസ്. സ്യൂഡോമോണാസിൻ്റെ നിറം എന്താണെന്നറിയാവോ? കുട്ടികൾക്കറിയാവോ? സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ നിറം ഫ്ലൂറസെന്റ് ഗ്രീൻ. അതായത് ഫ്ലൂറസെൻ്റ്, അതൊരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു നിറമാണ്. ഫ്ലൂറസെന്റ് ഗ്രീൻ എന്ന് പറയും. അതായത് ഇരുട്ടത്ത് കാണത്തില്ലേ ഒരു ഫ്ലൂറസെന്റ് ഗ്രീൻ നിറം, ഇരുട്ടത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ സ്യൂഡോമോണാസ് നമ്മൾ കൾച്ചർ ചെയ്തിട്ട് നമ്മൾ ലാബിൽ ഇരുട്ടത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനൊരു പച്ച നിറം, ആ ഫ്ലൂറസെന്റ് ഗ്രീൻ. അപ്പം ഏറ്റവും നല്ല സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലൂറസെൻസ് ഉണ്ടാക്കുന്ന, ആ നിറം ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പം അതിന് ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്, ഇലകളുടെ പ്രതലത്തിൽ വരെ ഇരുന്ന് രോഗം നിയന്ത്രിക്കാനായിട്ടും ചെടികൾക്ക് സസ്യ സംരക്ഷണം കൊടുക്കാനും, അതായത് നമ്മൾ ഫില്ലോപ്ലെയിൻ ബാക്ടീരിയ എന്നാണ് പറയുന്നത് സ്യൂഡോമോണാസിന്. അതായത് ഇലകളുടെ പ്രതലത്തിൽ വരെ സംരക്ഷണം കൊടുക്കും എന്നുള്ളതാണ്. പോരാത്തതിന് സ്യൂഡോമോണാസ് ചെടികൾക്കൊരു ആൻറ്റിബയോട്ടിക് പോലെ, അതായത് ശരിക്കും ബാക്ടീരിയക്കെതിരെ ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ട് ചെടികളെ സംരക്ഷിക്കുന്നതാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന ബാക്ടീരിയ. അപ്പോൾ ഈ ജൈവ മാധ്യമങ്ങൾ നമ്മുടെ വിളകളിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ, നമ്മുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് രോഗങ്ങളുടെ ബാധ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുമിൾനാശിനികൾ ഒത്തിരി വാങ്ങിച്ചിട്ട് നമ്മൾ കാശ് ചിലവാക്കേണ്ടി വരില്ല അല്ലെ. ഒത്തിരി കുമിൾനാശിനിയൊക്കെ വാങ്ങിക്കാറില്ല എല്ലാവരും. മാസം മാസം സ്പ്രേ കൊടുക്കുന്നവരും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? അമിതമായ വിഷപ്രയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ്? കുട്ടികൾ പറയൂ കെമിക്കൽസിൻ്റെ യൂസ് കുറയ്ക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രോഗങ്ങൾ അല്ലേ, കാർസിനോജനിക് ആണ് ഈ കെമിക്കൽസ് എല്ലാം. മാരകമായ വിഷം, ഞാൻ പറയട്ടെ, നമ്മുടെ ഈ മാർക്കറ്റിൽ ലഭ്യമായ വിഷങ്ങളിൽ ഏറ്റവും വീര്യം കുറഞ്ഞ വിഷം വിഘടിച്ച് ഇല്ലാതെ ആവാൻ വേണ്ടുന്നത് കുറഞ്ഞത് 60 വർഷമാണ്. ഏറ്റവും വീര്യം കുറഞ്ഞ ഏറ്റവും വീര്യം കുറഞ്ഞ വിഷം വിഘടിച്ച് ഒന്നുമില്ലാതെ ആവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 60 വർഷം. 60 വർഷം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യായുസാണ്. അപ്പോൾ വീര്യം കൂടിയ വിഷങ്ങൾക്ക് എത്രമാത്രം വർഷം വേണ്ടി വരും അത് ഇല്ലാതെ ആവാൻ? അത്ര ആലോചിച്ചാൽ മതി. കാരണം ഇതെല്ലാം മാരകമായ കെമിക്കൽസാണ്. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗമുണ്ടാക്കുന്ന കെമിക്കൽസാണ്. ഞാൻ കർഷകരുടെ പറമ്പുകളിൽ പോകുമ്പോൾ കാണാറുണ്ട്, ഒരു ഗ്ലൗസോ മാസ്കോ ഒന്നുമില്ലാതെ ഇതെല്ലാം കൈകൊണ്ട് വളരെ സിമ്പിളായിട്ട് കൈകൊണ്ട് കോരി ഒഴിക്കുകയും കൈകൊണ്ട് കലക്കുകയും ചെയ്യാറുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നവരല്ലേ? എല്ലാവരും ചിരിക്കുന്നുണ്ട്, ഒരു കൊച്ചു കള്ളച്ചിരി. അതായത് ഞങ്ങളും അങ്ങനെയാണ് ചെയ്യാറ്, ആണല്ലോ അല്ലേ? എല്ലാവരും കൈ കൊണ്ട് കലക്കും. ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയാം, കാരണം കഴിഞ്ഞ ദിവസവും ഞാൻ കാണണ്ടേ, ഞാൻ പോയപ്പോൾ പറമ്പിൽ അപ്പച്ചൻ കൈ കൊണ്ടൊക്കെ കലക്കുക. എന്തോ കലക്കുവാന്ന് ചോദിച്ചു. കോണ്ടാഫ് കലക്കുക മക്കളേന്ന്. ഈ കോണ്ടാഫ് എന്ന് പറയുന്നത് മാവോ അരിപ്പൊടിയോ ഒന്നും അല്ല, അതൊരു കെമിക്കലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ ഗ്ലൗസ് ഇടണം, മാസ്ക് ധരിക്കണം. നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ ഫുൾ കൈയുള്ള പാൻറ്റും ഷർട്ടും ധരിക്കണം. പിന്നെ കണ്ണുകളിൽ കണ്ണട വെച്ചില്ലേലും ഗോഗിൾ എന്ന് പറയുന്നൊരു സാധനം കിട്ടും. ഈ വശം മൂടിയ ഒരു കണ്ണട, അതിങ്ങനെ റബ്ബർ ബാൻഡിലാക്കിയിട്ടൊരു സാധനം 10 രൂപയുള്ളൂ മാർക്കറ്റിൽ, അത് കിട്ടും. അത് വാങ്ങിച്ച് കണ്ണിൻ്റെ പുറത്ത് ഇങ്ങോട്ട് ഘടിപ്പിക്കണം. എന്തിനാണ്? ഈ വിഷാംശങ്ങൾ
നമ്മളെടുത്ത് കുടിച്ചില്ലേലും നമ്മുടെ ദേഹത്ത് കയറുന്ന പല ഭാഗങ്ങളുണ്ട്. നമ്മുടെ കൈപ്പത്തി, കണ്ണ്, ചെവി, മൂക്ക്, വായ, നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ശരീരത്തിലെ ഭാഗങ്ങളിൽ കൂടെ ഇത് ആഗിരണം ചെയ്യപ്പെടും. നമ്മളൊന്നും ചെയ്യണമെന്നില്ല, ഇങ്ങോട്ട് വലിയ കയറിക്കോളും. അപ്പം നമ്മൾ എന്തിനാണ്, നമ്മൾ എക്സ്പോഷർ പാടില്ല. ഈ കീടനാശിനി, കുമിൾനാശിനി രാസപദാർത്ഥങ്ങളിലേക്ക് നമ്മൾ എക്സ്പോഷർ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. എല്ലാ അപ്പച്ചന്മാരും ചിരിക്കുന്നുണ്ട്, കാരണം ഞങ്ങളൊക്കെ കാലങ്ങളായിട്ട് ഇതൊക്കെ ഇങ്ങനെ കലക്കി ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കെമിക്കൽസാണ്, ഇതെല്ലാം രാസപദാർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും വീര്യം കുറഞ്ഞതിന് മിനിമം എടുക്കുന്നത് 60 വർഷമാണെന്ന് പറയുമ്പോൾ വീര്യം കൂടിയത് നമ്മുടെ മണ്ണിൽ ഇങ്ങനെ കിടക്കുവാണ്, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ നമ്മൾ തളിച്ചിട്ടുള്ള കെമിക്കൽസും രാസപദാർത്ഥങ്ങളും ഒക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ കിണറുകളിലോ നമ്മുടെ മണ്ണിലോ ഒക്കെ തന്നെ ധാരാളം ഉണ്ട്. ഇതിങ്ങനെ പതിയെ 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 നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഉണ്ടാക്കുന്ന മ്യൂട്ടേഷനുകളിൽ കൂടിയാണ് നമ്മുടെ കോശങ്ങൾക്ക് മ്യൂട്ടേഷൻ വരികയും കോശങ്ങൾ ക്യാൻസറസ്, കാർസിനോജനിക് എന്ന് പറയുന്നത് അതാണ്. മ്യൂട്ടേഷനുകളിൽ കൂടെ കെമിക്കൽ രാസപദാർത്ഥങ്ങൾ, രാസഘടനാ മാറ്റങ്ങൾ വരുന്നു കോശങ്ങളിൽ. കോശങ്ങൾക്ക് വരുന്ന ആ ട്രാൻസ്ഫോർമേഷനാണ് ക്യാൻസറസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാ കെമിക്കൽസും ഇതുപോലെ റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്ടിവിറ്റി അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും? കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ബോറടിച്ചിരിക്കുക, വേറെ പരിപാടിയൊന്നും ഇല്ലേ എന്നൊരാൾ ചോദിക്കുകയുണ്ടായി അല്ലേ. ക്ലാസ് ആണെങ്കിൽ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാം, ഇവിടെയാണെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കാണും അല്ലേ. ഭയങ്കര ബോറടിയാ അല്ലേ. പക്ഷെ നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കണ്ടേ കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ. ബഹുമാനം തോന്നാറുണ്ടോ കർഷകരോട്? ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ത്യാഗം സഹിച്ച് നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഭക്ഷണം വേണ്ടാതെ കളയുന്ന മഹാന്മാരും മഹതികളും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. നിസ്സാരമായിട്ട് കൊണ്ട് കളയുന്ന ഒരു അരിമണിയുടെ വില നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ഇത്രയും കഷ്ടപ്പാടെടുക്കുന്ന കർഷകരുടെ മുന്നിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഈ ഉറങ്ങുന്നവരൊക്കെ നെണീറ്റേ, ഈ നാണക്കേടാ. ഇത്രയും ഭയങ്കര എനർജറ്റിക് ആയിരിക്കുന്ന ഈ പ്രായത്തിൽ ഇവിടെ വന്നിങ്ങനെ തൂങ്ങിയിരുന്ന് ഉറങ്ങുന്നത്. നമ്മൾ തിയേറ്ററിലല്ല. തിയേറ്ററിലാണോ? അല്ല, നമ്മളൊരു ക്ലാസ്സിലാണ് അല്ലേ. സ്കൂൾ ക്ലാസ് അല്ല, പക്ഷെ നമ്മളൊരു പൊതുസ്ഥലത്താണ്. അപ്പോൾ എല്ലാവരും എനർജറ്റിക് ആയിരിക്കണം. നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ പുറത്ത് കാണിച്ച് ഉഷാറോടുകൂടി ഇരിക്കുക. അപ്പോൾ നമ്മൾ ഒരു മണി അരിയുടെ വില നമ്മൾ ആലോചിക്കുക. നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നതിന് മുൻപ്, നമ്മൾ എന്ത് സാധനം പാഴാക്കുന്നതിന് മുൻപും, വെള്ളമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ, എന്ത് സാധനം പാഴാക്കുന്നതിന് മുൻപും നമ്മൾ ആലോചിക്കുക ഈ ഓരോ അരിമണിയുടെയും പിന്നിൽ എന്തുമാത്രം അധ്വാനമുണ്ട്, എന്തുമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത്. ആ കഷ്ടപ്പാട് ആലോചിച്ചാൽ നമുക്ക് വേസ്റ്റ് ആക്കാൻ തോന്നുമോ? ഫുഡ് വേസ്റ്റേജ് ഉണ്ടാകുമോ നമ്മുടെ സ്കൂളുകളിൽ? നമ്മൾ ഭക്ഷണം വേസ്റ്റ് ആക്കുമോ? ഒരു സാധനവും വേസ്റ്റ് ആക്കരുത് മക്കളെ. കാരണം ആ ഓരോന്നിൻ്റെയും പിന്നിൽ, കാരണം നമ്മളുടെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണത്തിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് എന്നാണ്. നമ്മൾ കഴിക്കാൻ പോകുന്ന എന്ത് സാധനമാണോ അതിനകത്ത് യുവർ നെയിം ഈസ് റിട്ടൺ ഓൺ ദാറ്റ്, ഇതിൻ്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് എഴുതാത്ത ഒന്നും നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല. അവർ നമുക്ക് ഇഷ്ടംപോലെ സാധനം വാങ്ങിച്ചു തരുന്നു. കർഷകരുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ കുട്ടികളായി നമ്മൾ ഇതൊക്കെ മറന്നിട്ട് നമ്മളിങ്ങനെ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാക്കും. നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ആവരുത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എത്രമാത്രം അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മളെ നോക്കുന്ന മാതാപിതാക്കളുടെ കഷ്ടപ്പാട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ജൈവ മാധ്യമങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ കൃഷിയിൽ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും മാത്രമല്ല, കീടങ്ങളെ നിയന്ത്രിക്കാൻ ധാരാളം ജൈവ മാർഗ്ഗങ്ങളുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ബിവേറിയ എന്ന് കേട്ടിട്ടുണ്ടോ? ബിവേറിയ കേട്ടിട്ടില്ല. മെറ്റാറൈസിൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. മുട്ടക്കാട് കേട്ടിട്ടുണ്ടോ? കോഴിമുട്ടയല്ല, മുട്ടക്കാട്. മുട്ടക്കാട് കേട്ടിട്ടുണ്ടോ? ഇല്ല. EPN കേട്ടിട്ടുണ്ടോ? നിമാവിരകളെ നിയന്ത്രിക്കാനായിട്ട് ക്യാപ്സ്യൂൾ പോലെ കെഡാവർ എന്ന് പറയുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ഈച്ചയെ പിടിക്കുന്ന കെണി അല്ലേ? ഗുഡ്. അത് ഒരു കെണിയാണ്, നമ്മൾക്ക് ആ ഈച്ചകളെ പിടിക്കാനായിട്ടുള്ള കെണി. അത് കെണി. അതായത് ഈ ബിവേറിയ, മെറ്റാറൈസിയം, വെർട്ടിസീലിയം ഇതൊന്നും ആരും കേട്ടിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് ഈ കീടനിയന്ത്രണത്തിന് നമ്മൾ ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ കുറച്ചുകൂടെ ഓർഗാനിക് ജൈവം പറഞ്ഞു തരുന്നത് അതിനെക്കുറിച്ച് അറിയത്തില്ലാത്തത് കൊണ്ടൊന്നുകൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ കുട്ടികൾ അത് കേൾക്കുക. കാരണം നമ്മളുണ്ടാകുന്ന ഈ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ധാരാളം ജൈവ മാധ്യമങ്ങളുണ്ട്. ചിലവ് കുറവാണ്, എളുപ്പം ചെയ്യാൻ പറ്റും. റിസൾട്ട് കുറച്ച് വൈകിയേ കിട്ടുള്ളൂവെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഈ ഓരോ കുമിളുകളും മണ്ണിൽ കാണും, അല്ലെങ്കിൽ ആ ചെടിയുടെ സ്ഥലങ്ങളിൽ തന്നെ ഈ കുമിളുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ വരുന്ന കീടങ്ങളെ ഒരു 70% വരെ അത് പ്രകൃതിയിൽ തന്നെ വെച്ചങ്ങ് കൊല്ലും.
അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കെമിക്കൽ കൂടി ഇട്ടാൽ പോരെ, കൂടുതലായിട്ട് കെമിക്കൽ ഇടേണ്ട കാര്യം വരുന്നില്ലല്ലോ അല്ലേ? ബോറടിയാണ്, ഉറങ്ങുവാണല്ലോ പലരും. രാവിലെ തന്നെ എല്ലാവരും ഉറങ്ങുക. ബോറടിക്കുന്നുണ്ടോ? എല്ലാവരും ഒന്ന് ഉറക്കമൊക്കെ ഉണർന്ന് എന്തെങ്കിലും, അതായത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട, എനിക്ക് പനിയും ചൊവയൊക്കെ, ശബ്ദം വരുന്നില്ല. അപ്പോൾ 1% നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തുറന്ന് പറയുന്നത്. അപ്പോൾ ജൈവ മാർഗങ്ങൾ ധാരാളമുണ്ട്. അത് അവലംബിച്ചാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. ഈ ബിവേറിയ മെറ്റാറൈസിയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ചെല്ലികളെയൊക്കെ നല്ല രീതിയിൽ കൊന്നു നിർത്തുന്ന കുമിളുകളാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ബിവേറിയ എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള ഒരു കുമിളാണ്. മെറ്റാറൈസിയം എന്ന് പറയുന്നത് ഒരു പച്ച നിറത്തിലുള്ള കുമിളാണ്. അതിൻ്റെ നമ്മൾ ഈ ചെല്ലിയുടെ ദേഹത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ, നമ്മൾ ലാബിൽ, അതായത് പ്രകൃതിയിൽ ചെല്ലി ഓടി വന്നിരിക്കത്തില്ല, പക്ഷേ ജൈവം മാത്രം ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജൈവത്തിൻ്റെ ഒപ്പം കുറച്ച് ഇൻറ്റഗ്രേറ്റഡ് എന്ന് പറയും, സംയോജിത കീടനിയന്ത്രണത്തിനും സംയോജിത രോഗനിയന്ത്രണത്തിനും നമ്മൾ മിക്സ് ചെയ്ത് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജൈവം മാത്രം ചെയ്യണം എന്നല്ല. അതായത് ഇപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഒരു ജൈവ മാർഗം ഉപയോഗിച്ച് നമുക്ക് കീടനിയന്ത്രണം കിട്ടുകയാണെങ്കിൽ ഒരു കെമിക്കൽ വാങ്ങിക്കാനുള്ള ചിലവ് നമുക്ക് കുറച്ചുകൂടെ. ആരും മറുപടി പറയുന്നില്ല. അല്ല, പകുതി ആയ കൃഷിക്ക് ഇല്ലില്ല, പകുതി ആയ കൃഷിക്ക് നമുക്കൊരിക്കലും നമുക്ക് ജൈവ മാർഗം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആദ്യമേ ചെയ്യുക എന്നുള്ളത്, അതായത് ഈ രോഗം, ഈ കീടബാധ ഉണ്ടാക്കുന്ന ഈ പാവലിൻ്റെ പയറൊക്കെ കൃഷി ചെയ്യുമ്പോൾ നീര് കുടിക്കുന്ന പ്രാണി വന്നിട്ട് പെട്ടെന്ന് കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ പാവലാണെങ്കിലും പയറാണെങ്കിലും പിന്നെ കയറി പോരത്തില്ല. അപ്പോൾ ഈ കുരുടിപ്പ് വരുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നീര് കുടിക്കുന്ന ഒരു 25ഓളം തരം പ്രാണികളുണ്ട്. അപ്പോൾ നീര് കുടിക്കുന്ന പ്രാണിക്ക് നമുക്ക് കെമിക്കൽ ചെയ്യാം. അതായത് ഒരു 4 പരുവമാവുമ്പോൾ നമുക്ക് കോൺഫിഡോർ ചെയ്യാം. കോൺഫിഡോർ കേട്ടിട്ടുണ്ടോ? കെമിക്കലാണ്, കേട്ടിട്ടുണ്ടോ? കോൺഫിഡോർ ചെയ്തിട്ടുണ്ടോ? ഇമിഡ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പയറിനൊക്കെ നിങ്ങൾ ഈ നീര് കുടിക്കുന്ന പ്രാണിക്ക് എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. എന്തോ ചെയ്യുന്നേ? ഒരാൾ പറയൂ. ഏതാ? കോൺഫിഡോറാണ് ഞാൻ പറഞ്ഞത്. ഇമിഡ ചെയ്യാറുണ്ടോ എല്ലാവരും? കോൺഫിഡോർ ആണെങ്കിൽ അതിൻ്റെ അളവ് എത്രയാ? 3 മില്ലി 10 ലിറ്റർ. കോൺഫിഡോർ എന്ന് പറയുന്ന ഒരു കീടനാശിനിയുണ്ട്. നീര് കുടിക്കുന്ന പ്രാണികൾക്ക് വളരെ ഇഫക്റ്റീവാണ്. അത് 10 ലിറ്റർ വെള്ളത്തിലേക്ക് വെറും 3 മില്ലി മതി. പക്ഷെ പലരും 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 മില്ലിയും 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 മില്ലിയും എടുക്കുന്ന പലരും ഉണ്ട്. പക്ഷേ അത് ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് വേറെയാവും. നമ്മൾ കൂടുതൽ അടിച്ചു എന്നും പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് 100% എന്നുള്ളത് 200% നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. ആ അളവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നീലം മുക്കുക എന്ന് വിചാരിക്കൂ. നീലം മുക്കാൻ നമുക്ക് ആ ഒരു അളവ് കഴിഞ്ഞ് കൂടുതലായാൽ എന്താ സംഭവിക്കുക? നീല നിറമാവും. പിന്നെ അത് സാധാ വെള്ളത്തിൽ കഴുകിയാലും പോവുകയില്ല. സത്യമല്ലേ? അതേ ഫലമാണ് നമ്മൾ കെമിക്കൽ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീൽഡിൽ കിട്ടുന്നത്. അപ്പോൾ അളവെന്ന് പറയുന്നത് വളരെ കറക്റ്റായിരിക്കണം. കൂട്ടരുത്, കുറയ്ക്കരുത്. അപ്പം 10 ലിറ്റർ വെള്ളത്തിലേക്ക് വെറും 3 മില്ലിയുടെ ആവശ്യമേ കോൺഫിഡോർ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പാവല, പയർ പോലെയുള്ള പടരുന്ന തരം പച്ചക്കറികൾ 4 പരുവമാവുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് കോൺഫിഡോർ 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് സ്പ്രേ കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇലയുടെ മേൽവശവും താഴ്വശവും അടിഭാഗത്തും തണ്ടിലും വീഴുന്ന തരത്തിൽ സ്പ്രേ കൊടുക്കണം. ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ നാപ്സാക്ക് സ്പ്രേയർ ആണെങ്കിൽ ഒന്ന് കുലുക്കി കൊടുക്കുക. കാരണം ഈ കെമിക്കൽസ് എല്ലാം ഒരു വശത്തോട്ട് അടിഞ്ഞു കിടക്കുന്ന സ്വഭാവമുള്ളവരാണ്, തുല്യമായിട്ട് സ്പ്രെഡ് ആവത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പശ കൂട്ടി അടിക്കണം. പശ കൂട്ടി അടിക്കാറുണ്ടോ ആരെങ്കിലും? പശ കൂട്ടി അടിക്കുക. സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു പ്രവണത തരുന്ന സാധനമാണ് പശ കൂട്ടി അടിച്ചാൽ നമ്മൾ കുലുക്കണ്ട. പശ ഇല്ലാതെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കെമിക്കൽ ഒരു വശത്തോട്ട് കിടക്കും, വെള്ളം ഒരു വശത്തോട്ട് കിടക്കും. അപ്പോൾ സ്പ്രേ കൊടുത്ത് വരുമ്പോൾ ഒരു വശത്ത് മിക്കവാറും വെള്ളം മാത്രമായിരിക്കും പുറത്തേക്ക് വരിക. പിന്നെ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഇപ്പോൾ പണിക്കാരെ വെച്ച് സ്പ്രേ ചെയ്യുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ സ്പ്രേ ചെയ്യുന്ന ആൾ മുകളിൽ മാത്രം ഇങ്ങനെ സ്പ്രേ കൊടുത്ത് അങ്ങ് മുന്നോട്ട് നടന്നു പോകും. അത് മതിയോ? നീര് കുടിക്കുന്ന പ്രാണി ചെടികളിൽ എവിടെയാണ് കൂടുതലും കാണുന്നത്? ഇലയുടെ അടിവശത്ത്. അപ്പം സ്പ്രേ കൊടുക്കുമ്പോൾ അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്നൊരു വ്യക്തിക്ക് മാത്രമേ അതിനെ നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ സ്പ്രേ കൊടുത്തു, എനിക്ക് ഒരു നിയന്ത്രണവും കിട്ടിയില്ല എന്ന് പരസ്യമായി പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം
കൃത്യമായി വ്യക്തമായി ചെയ്താൽ മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ. പിന്നെ മഴ സമയത്ത് കൊണ്ട് സ്പ്രേ കൊടുത്താലും കിട്ടില്ല. അപ്പോൾ സ്പ്രേ കൊടുക്കുമ്പോൾ ഇലയുടെ ഇരുവശങ്ങൾ, കാരണം ഇല ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്ത് അടിവശത്ത്, അപ്പോൾ അടിയിൽ കൂടെ സ്പ്രേ കൊടുക്കണം. ഈ സ്പ്രേ നോസിൽ അടിയിൽ നിന്ന് മുകളിലോട്ട് പിടിക്കണം, തണ്ടിൽ വീഴണം. എങ്കിൽ മാത്രമേ ആ കീടത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. പിന്നെ നീര് കുടിക്കുന്ന പ്രാണികൾക്ക് ഇവിടെ പലരും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറയാം. കരാട്ടെ എന്ന് പറയുന്ന ഒരു കീടനാശിനി എല്ലാവരും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? കരാട്ടെ ഉപയോഗിക്കാറുണ്ടോ? ആ കരാട്ടെ അല്ല, കരാട്ടെ എന്ന പേരിൽ ഒരു കീടനാശിനി ലഭ്യമാണ് മാർക്കറ്റിൽ. കരാട്ടെ വാങ്ങിക്കാറുണ്ടോ ആരെങ്കിലും? ഉപയോഗിക്കാറുണ്ട് ധാരാളം അല്ല, ഉപയോഗിക്കുന്ന ആൾക്കാർ തലയെ കാട്ടി. അപ്പോൾ കരാട്ടയുടെ പ്രശ്നം, കരാട്ടെ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് പൈറത്രോയിഡ്, ഇവിടെ വെച്ചാൽ ഒരു സിന്തറ്റിക് പൈറത്രോയിഡ് എന്ന് പറയും. അതൊരു ശാസ്ത്രീയ നാമം അത് നിങ്ങൾ കേൾക്കണ്ട. നമ്മുടെ കുട്ടനാട് ഇടയ്ക്ക് നെൽകൃഷിയിൽ മഞ്ഞളിപ്പ് വന്നു. മുഞ്ഞ, അതായത് പയറിൽ വരുന്ന മുഞ്ഞയല്ല, നെല്ലിലൊരു മുഞ്ഞയുണ്ട്, ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്ന് പറയുന്ന ഒരു മുഞ്ഞ. ആ മുഞ്ഞ കാരണം കുട്ടനാട് നെൽകൃഷി പൂർണ്ണമായും നശിക്കുന്ന ഒരു അവസ്ഥ വരെ വരികയുണ്ടായി. ആ എല്ലാം തീരുന്നൊരവസ്ഥയിലെ കാർഷിക സർവകലാശാലയിലേക്ക് എത്തുള്ളൂ. ഇങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ നമ്മുടെ സർവകലാശാലയിൽ വിദഗ്ധർ പോവുകയുണ്ടായി. കുറേ ആ പോകുന്ന സമയം കർഷകരെ അടിച്ചു കൊല്ലാൻ നിൽക്കും. ഞങ്ങളുടെ കൃഷി മുഴുവൻ പോയി, നിങ്ങളവിടെ സർവകലാശാലയിൽ വെറുതെ ഇരുന്നു. അതൊക്കെ നാച്ചുറലി എല്ലാ സ്ഥലത്തും സംഭവിക്കും, അത് ഞാൻ കുറ്റം പറയുന്നില്ല. അപ്പോൾ കുറേ അന്വേഷിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഈ നീര് കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കാൻ വേണ്ടി വർഷങ്ങളായി ഇടതടവില്ലാതെ അടിച്ചുകൊണ്ടിരുന്ന ഒരു കീടനാശിനിയുണ്ട് അവിടെ. ഈ സിന്തറ്റിക് പൈറത്രോയിഡ് എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ട കരാട്ടെ എന്ന് പറയുന്ന കീടനാശിനി. ഈ കരാട്ടെ പറയുന്ന കീടനാശിനി സിന്തറ്റിക് പൈറത്രോയിഡ് എന്ന ഗണത്തിൽപ്പെട്ടതാണ്. അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നീര് കുടിക്കുന്ന പ്രാണികളെ പെറ്റ് പെരുകാൻ സഹായിക്കുന്ന ഒരു കീടനാശിനിയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എല്ലാവരും ചായയൊക്കെ കുടിക്കുന്നവർ, കുട്ടികൾക്കൊക്കെ സന്തോഷമായി, കാരണം വന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം ഉണ്ടായല്ലോ അല്ലേ? ചായയൊക്കെ കിട്ടിയപ്പോൾ ഇച്ചിരി കളറായി അവർക്ക്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പം ഞാൻ പറയുന്നത് ഒരു കീടനാശിനിയുടെ ദൂഷ്യവശം ഞാൻ പറയുകയാണ്. ആ സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കരാട്ടെ ഉപയോഗിച്ചാൽ ഈ നീര് കുടിക്കുന്ന പ്രാണികൾ 6-7 തരമായിട്ട് പെറ്റ് പെരുകി വേരിയേഷൻ വരും, അതായത് മ്യൂട്ടേഷൻ വന്ന് പിന്നെ എന്ത് ചെയ്താലും പോവില്ല, അതായത് പ്രതിരോധ ശേഷി കൂടിയ ഇനങ്ങളായിട്ട് വന്നു. അങ്ങനെ വന്ന ബ്രൗൺ പ്ലാന്റ് ഹോപ്പറുകളെ നമ്മൾ ബയോടൈപ്പ് 1 മുതൽ 26 വരെ ബയോടൈപ്പുകൾ ഉണ്ടായി. എന്ത് കെമിക്കൽ ചെയ്താലും നശിച്ചു പോകത്തില്ലാത്ത തരത്തിലുള്ള കീടങ്ങളായി വളർന്നു. അതുകൊണ്ട് നമ്മുടെ പറമ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ, കാരണം ഞാൻ പറയാം, കർഷകർ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കുമിൾനാശിനിയിലെ കീടനാശിനി ചെയ്യുന്നതിനൊപ്പം കരാട്ടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയും. അതുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് സ്പ്രേ കൊടുക്കും. ആ കരാട്ടെ ചില തരം കീടങ്ങൾക്കുള്ളതാണ്, പക്ഷേ അമിതമായിട്ട് ഉപയോഗിക്കരുത്. ഇപ്പം നമ്മുടെ പറമ്പിൽ ഇപ്പം നീര് കുടിക്കുന്ന പ്രാണി വന്നു, നമ്മൾ ഇന്ന് കരാട്ടെ ഉപയോഗിച്ചു, 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കരാട്ടെ ഉപയോഗിക്കാൻ പാടില്ല. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച അല്ലെങ്കിൽ 1 മാസം. കാരണം ഒരു കീടനാശിനിക്ക് 1 മന്താണ്, 1.5 മാസം, 45 ദിവസമാണ് നമ്മൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. 45 ദിവസം കഴിഞ്ഞതിന് ശേഷം അതേ കീടനാശിനി ഒരിക്കലും നമ്മളവിടെ സ്പ്രേ കൊടുക്കരുത്, പകരം ഒരെണ്ണം മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവർക്ക് ഈ കീടങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സാധനം തന്നെ കൊടുത്തപ്പോഴാണ് പ്രതിരോധ ശേഷി ഉണ്ടായി, പല തരത്തിലവ പെറ്റ് പെരുകിയത്. അതുകൊണ്ട് തന്നെ സിന്തറ്റിക് പൈറത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഭൂരിഭാഗവും ഇപ്പോൾ നിരോധിച്ചതാണ്. വളരെ ചെറിയ 1-2 എണ്ണം മാത്രമേ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ പച്ചക്കറികളിൽ നീര് കുടിക്കുന്ന പ്രാണികൾ വരികയാണെങ്കിൽ നമുക്ക് കോൺഫിഡോർ കൊടുക്കാം. ഇമിഡ ഞാൻ പറഞ്ഞു 3 മില്ലിയാണ് 10 ലിറ്റർ വെള്ളത്തിലുള്ള അളവ്. എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലാണ്. ശരി, 2 മിനിറ്റ് എല്ലാവരും ഒന്ന് ചായ കുടിച്ചോളൂ. അപ്പോൾ കീടനാശിനി പ്രയോഗം ചെയ്യുമ്പോൾ നമ്മൾ 2 എണ്ണം ഒരിക്കലും കൂട്ടി യോജിക്കാതിരിക്കുക. പലരും അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം എല്ലാവരും ആലോചിക്കുന്ന 3-4 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പണിക്കൂലി കുറയ്ക്കാം അല്ലേ? 2 എണ്ണം 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് പകരം അപ്പോഴൊക്കെ നമ്മൾ പണിക്കാരെ വിളിക്കണം അത് സ്പ്രേ ചെയ്യാൻ, അല്ലെങ്കിൽ 2 പ്രാവശ്യം കഷ്ടപ്പെടണം. അതുകൊണ്ട് ഇത് 2ഉം കൂടെ കൂട്ടി യോജിപ്പിച്ച് ഒറ്റ സ്പ്രേ അങ്ങോട്ട് കൊടുത്താലോ എന്ന് ചിലർ വിളിച്ച് ചോദിക്കും. കാരണം ഞങ്ങൾ കൂട്ടി യോജിപ്പിച്ച് സ്പ്രേ ചെയ്തോട്ടെ. പക്ഷെ അങ്ങനെ കൂട്ടി യോജിക്കുന്നത് മണ്ടത്തരമാണ്. കുട്ടികൾക്ക് അറിയുമായിരിക്കും,
എന്താണ് കെമിക്കൽ റിയാക്ഷൻ? രണ്ട് രാസപദാർത്ഥങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ടൊരു പുതിയ ഘടകം ഉണ്ടാവും അല്ലേ? അതാണ് കെമിക്കൽ റിയാക്ഷൻ, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ. അപ്പോൾ ഈ കീടനാശിനികൾ, കുമിൾനാശിനി എല്ലാം രാസപദാർത്ഥങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ രണ്ടെണ്ണം മിക്സ് ചെയ്യുമ്പോൾ മൂന്നാമതായിട്ടൊരു പുതിയ ഘടകം ഉണ്ടാവുകയാണ്. നമ്മൾ അത്രയും ആലോചിച്ചാൽ മതി. രണ്ട് കീടനാശിനികൾ അല്ലെങ്കിൽ രണ്ട് സാധനങ്ങൾ, ചിലത് നമ്മൾ മിക്സ് ചെയ്യാൻ പറയും, ചിലത് മിക്സ് ചെയ്യാം, പെർമിറ്റഡ് ആണ്. അങ്ങനെ പെർമിറ്റഡ് അല്ലാത്ത രണ്ട് സാധനം നിങ്ങൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമതുണ്ടാകുന്ന ഒരു പുതിയ ഘടകമായിരിക്കാം. അത് പ്രയോജനമില്ല. നമ്മൾ അത്തരം സ്പ്രേ കോക്ടെയിൽ സ്പ്രേ എന്ന് പറയും. കോക്ടെയിലായിട്ട് സ്പ്രേ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുകയുമില്ല, വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ദയവ് ചെയ്ത് അപ്രകാരം ചെയ്യാതിരിക്കുക. നമുക്ക് മിക്സ് ചെയ്യാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചെയ്യാം. പിന്നെ ഈ പച്ചക്കറി കൃഷിയിലൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ഈ നീര് കുടിക്കുന്ന പ്രാണിയാണ് ഏറ്റവും വലിയ പ്രശ്നം. കുരുടിപ്പ് വന്നു കഴിഞ്ഞാൽ പോകത്തില്ല എന്നുള്ളതാണ്. കുരുടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസൈക്കിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. മൊസൈക്ക് എന്ന് പറയുന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന, മൊസൈക്ക് വൈറസ് എന്ന് പറയും. നീര് കുടിക്കുന്ന പ്രാണികളായ വെള്ളീച്ചയാണ് മൊസൈക്ക് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചും ഈ പാവലൊക്കെ നടുന്നതിൽ ഞങ്ങൾ പല തോട്ടങ്ങളിൽ പോകുമ്പോഴും കാണാറുണ്ട്. പാവലിന് കാലായിട്ട് മരച്ചീനിക്കാല് കൊടുക്കാറില്ലേ? മരച്ചീനിക്കാല് കൊടുക്കാറില്ലേ എല്ലാവരും പാവലിന്? ഈ മരച്ചീനിക്കാല് പാവലിന് കാലിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മരച്ചീനിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന കീടം ഏതാണ്? വെള്ളീച്ചയാണ് ഈ വൈറസിനെ സ്പ്രെഡ് ചെയ്യുന്നത്. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം മാരകമാണെന്നുള്ളത് നമ്മൾ 2 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിച്ചു, കൊറോണ വൈറസിൻ്റെ പേരിൽ അല്ലേ? ആ സ്രവം തട്ടിയാൽ, അതായത് രോഗം ബാധിച്ച് മൊസൈക്ക് ബാധിച്ച് നിൽക്കുന്ന ചെടി നമ്മൾ നുള്ളിയിട്ട് ആരോഗ്യമുള്ള ചെടിയിൽ ഒരു നുള്ളു കൊടുക്കുകയോ തൊടുകയോ ചെയ്യുകയാണെങ്കിൽ ഈ വൈറസിൻ്റെ കോശം ആരോഗ്യമുള്ള ചെടിയിലേക്ക് നിമിഷ നേരം കൊണ്ട് കിട്ടുകയാണ്. നിമിഷ നേരം കൊണ്ട്. അപ്പോൾ ഈ മരച്ചീനിക്കാല് കൊടുക്കുന്ന സ്ഥലത്ത് മരച്ചീനിയിലേക്ക് വരുന്ന വെള്ളീച്ച പെട്ടെന്ന് തന്നെ വൈറസിനെ ചെടികൾക്ക് പരത്തും. അങ്ങനെ വൈറസ് ബാധിച്ച് കുരുടിപ്പ് നല്ലതുപോലെ വന്ന് വളർച്ച മുരടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കായ്ഫലം കിട്ടുമോ? ഓണത്തിന് വേണ്ടിയിട്ട ഒരു 5 ഏക്കർ പാവൽ തോട്ടം പൂർണ്ണമായും കുരുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആകെ വേണ്ടത് മുടക്കിയ കാശെങ്കിലും കിട്ടിയെങ്കിൽ നമുക്ക് നഷ്ടം വരില്ലായിരുന്നു. ശരിക്കും നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റ്. അപ്പോൾ മരച്ചീനിയുടെ കാലിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, വെള്ളീച്ച ഭയങ്കരമായിട്ട് വരും മരച്ചീനിയിൽ. മരച്ചീനി കൃഷിയിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മൊസൈക്ക്. കീടങ്ങളുടെ മൊസൈക്കാണ്. വെള്ള നിറത്തിൽ പിടിച്ചിരിക്കും വെള്ളീച്ച. കണ്ടിട്ടില്ലേ വെള്ളീച്ച? ധാരാളം വെള്ളീച്ച വരും. അപ്പോൾ ഒന്നുകിൽ വെള്ളീച്ചയെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ പാവൽ പയർ എല്ലാത്തിനും കാലായിട്ട് മരച്ചീനി കാലിടാതിരിക്കുക. പിന്നെ പറമ്പിലെ കളകൾ നോക്കുക. അപ്പച്ചെടി കണ്ടിട്ടുണ്ടോ? അപ്പച്ചെടി പച്ച നിറമാണ് ശരിക്കും. അതിൽ പെട്ടെന്ന് മൊസൈക്ക് വരും. പെട്ടെന്ന് മൊസൈക്ക് വന്ന് ആ പച്ച നിറം മഞ്ഞ നിറവും. ഇപ്പം ധാരാളം അപ്പച്ചെടികൾ പറമ്പിൽ വളർന്നു നിൽക്കുന്നതാണ്. പരമാവധി പറ്റുകയാണെങ്കിൽ കളയെടുക്കുമ്പോൾ അപ്പച്ചെടികൾ വേരോടെ പിഴുത് കത്തിച്ച് കളയാൻ നോക്കുക. കളയെടുക്കുമ്പോൾ ആ കളകൾ കൂട്ടിയിട്ട് കത്തിക്കുക. അതുപോലെ മരച്ചീനിക്കാൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ മരച്ചീനിയിൽ വെള്ളീച്ച വന്നാൽ നമുക്ക് വെള്ളീച്ച വരാതിരിക്കില്ല. പക്ഷേ നിയന്ത്രിക്കാവുന്ന കുറേ മാർഗ്ഗങ്ങളുണ്ട്. മഞ്ഞ നിറത്തിനോട് ഭയങ്കര ആകർഷണമാണ് വെള്ളീച്ചകൾക്ക്. മഞ്ഞ നിറം കണ്ടാൽ അതിലേ പോയിരിക്കും. അപ്പം മഞ്ഞ നിറത്തിലുള്ള പടുത ചെയ്യാറുണ്ടോ? അതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മഞ്ഞ പടുത വലിച്ചു കെട്ടിയിട്ടുണ്ടോ പറമ്പിൽ? ഇല്ല. മഞ്ഞ നിറത്തിനോട് ഭയങ്കര ആകർഷണമാണ് വെള്ളീച്ചകൾക്ക്. അപ്പോൾ മഞ്ഞ പടുത അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറ് ചെറിയ കഷ്ണങ്ങൾ, തൂവാലയുടെ വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചാലും മതി. അതിൽ ഇത്തിരി ഒട്ടിപ്പിടിക്കാവുന്ന എണ്ണ, ആവണക്കെണ്ണയൊന്ന് തടവിയിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ ചെടിച്ചട്ടികളിലോ തെങ്ങിൻ്റെ തടിയിലോ ഒക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക. ഇതിലെല്ലാം ഈ നീര് കുടിക്കുന്ന പ്രാണി, വെള്ളീച്ചകൾക്കാണ് ഏറ്റവും കൂടുതൽ ആകർഷണം മഞ്ഞ നിറത്തിനോട്. എങ്കിലും നീര് കുടിക്കുന്ന പ്രാണി ഒരു പരിധി വരെ ഈ എണ്ണയിൽ വന്ന് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം തീർന്നു, ചത്തുപോക്കോളും. നമ്മൾ പ്രത്യേകിച്ച് നിയന്ത്രിക്കുന്നില്ല. അപ്പോൾ ഈ പറന്ന് വരുന്ന വെള്ളീച്ച അതിൽ ചെന്നിരുന്നാൽ ഈ ചെടികളിൽ വന്ന് മുട്ടയിട്ട് വയ്ക്കുന്ന പ്രവണത ഒരു പരിധി വരെ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് മഞ്ഞ കെണി എന്ന് നമ്മൾ പറയും. മഞ്ഞ പടുത അല്ലെങ്കിൽ മഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റ് തൂവാലയുടെ വലിപ്പത്തിൽ മുറിച്ച് അതിൽ നമ്മൾ ആവണക്കെണ്ണ തടവി നമ്മൾ ഈ ചെടികളുടെ ഇടയിൽ ചെടിച്ചട്ടിയോ ഗ്രോ ബാഗോ ഒക്കെ ആണെങ്കിൽ ഗ്രോ ബാഗിൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ തെങ്ങിൻ്റെ തടിയിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്രതലങ്ങളിലോ ഒക്കെ കൊണ്ടുവന്ന് കെട്ടിക്കൊടുക്കുക. ഈ വെള്ളീച്ച ഒരു പരിധി വരെ ആ എണ്ണയിൽ വന്ന് പറ്റിപ്പിടിച്ച് അത് ചത്തുപോകാനാണ് സാധ്യത.